മേഘാലയയിൽ അടുത്തൊരു ദിവസം മേഘാലയക്ക് ചുറ്റും ഇങ്ങനെയാണ് കാണാൻ. നല്ല പീസ്ഫുള്ളായിട്ട് മലനിരകളൊക്കെ ആയിട്ട്. അതിരാവിലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഇന്ന് വലിയൊരു പ്ലാനിലാണ്. അവിടേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ചുറ്റും മലനിരകളും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളും. പക്ഷെ എവിടെ നോക്കിക്കഴിഞ്ഞാലും പച്ചപ്പ് തന്നെയാണ്. വില്ലേജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ റോഡ് ഉള്ളിലോട്ട് എടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതിലെ ഏറ്റവും വലിയ രസം അവിടുത്തെ വില്ലേജിലെ ലൈഫൊക്കെയാണ്. ചെറിയ കൊച്ചു വീടുകളും അതിലുള്ള ആൾക്കാരും അവർ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതും ഭയങ്കര ലൈഫൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. വണ്ടി പാർക്കിങ്ങിലിട്ട് ഞങ്ങൾ നേരെ ഫ്രണ്ടിലോട്ട് നടത്താൻ തുടങ്ങി. നല്ല വെയിലാണ്. അങ്ങോട്ട് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് നമ്മൾ ബേക്കൻ എന്ന് പറയുന്ന വില്ലേജിലാണ്. അവിടെ നിന്ന് ബാംബു ട്രക്കിങ്ങിന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ മെല്ലെ താഴോട്ട് ഇറങ്ങി തുടങ്ങി. കുത്തനുള്ള ഇറക്കാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു അരുവിയുടെ അവിടെ എത്തും. അവിടെ നിന്ന് കൈ മോക്കെ കഴുകി ആകെ ഒന്ന് ഫ്രഷായി. വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു താഴോട്ട് എത്തിയപ്പോഴേക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ശരിക്കുള്ള ബാംബു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മുളകൾ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ പുഴ അങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു നല്ല രസമുള്ള സംഭവമാണിത്. ഒരു ചില്ലായിട്ടുള്ള അഡ്വഞ്ചർ. നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കും തോറും നമുക്കിങ്ങനെ ഓരോരോ അഡ്വഞ്ചറിൻ്റെ ഒരു ഇത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായി തുടങ്ങും. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ അരുവിയിൽ സൈഡും അവിടുത്തെ വെള്ളമൊക്കെ പിടിച്ച് വരുന്നത് കാണാം. ഇതുപോലുള്ള വഴികളാണ് അവിടെ മൊത്തത്തിൽ. ഇതിപ്പോൾ ഞങ്ങൾ പുഴ അവിടെ നിന്ന് കഴിഞ്ഞിങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നതാണ്. പിന്നെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇരുമ്പ് പാലൊക്കെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞാലാണ് ഈ ട്രക്കിങ്ങിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക. മെല്ലെ മെല്ലെ എൻ്റെ കൂടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, ഹോസ്റ്റൽ മേറ്റ്സ്. അവിടെ നിന്ന് കിട്ടിയവരുടെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ജോയിൻ ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് നടന്നു തുടങ്ങി. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീനറിയും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളവും ഒക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ എല്ലായിടത്തും മൊത്തത്തിൽ ഈ മുളകളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞങ്ങൾ നടന്ന് ഓരോരോ സ്റ്റെപ്പ്. വെയിലൊന്നും അടിക്കാത്തതുകൊണ്ട് വലിയ സീനില്ല. പക്ഷേ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അവിടെ നിന്ന് നമ്മളിങ്ങനെ കയറിയും ഇറങ്ങിയും ഈ മുളകളുടെ സൈഡിൽ കൂടെയൊക്കെ ചവിട്ടി നടന്നിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നീങ്ങും. ഈ സ്റ്റെപ്പുകളും ഈ മുളകളൊക്കെ നമ്മൾ കുറച്ചങ്ങ് കയറിപ്പോയി താഴോട്ട് നോക്കുമ്പോഴാണ് ഞെട്ട്. ഈ മലയുടെ ചെരുവിൽ മുള വെച്ചിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിരിക്കുകയെ. താഴോട്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സേഫ്റ്റി ഒന്നുമില്ല. വീണ് കഴിഞ്ഞാൽ മുട്ടൻ കൊക്കയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും അഡ്വഞ്ചർ സ്പിരിറ്റ്. കൂടെ വന്നവരൊക്കെ നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴിക്ക് വെള്ളം ഇതൊന്നും ക്യാരി ചെയ്തില്ല. അത് ഭയങ്കര മണ്ടത്തരായി. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. മുകളിലെത്തിയപ്പോഴേക്കും ഫോണിൻ്റെ ചാർജൊക്കെ ഏകദേശം തീരുമാനമായി. പിന്നെ അവിടെ നിന്ന് ടോപ്പ് പോയിന്റിൽ നിന്നുള്ള വിഷ്വലൊന്നും കിട്ടിയില്ല. തിരിച്ചു വരുമ്പോൾ ഫ്രണ്ടിൻ്റെ ഫോണിലും കുറച്ച് വിഷ്വൽ എടുത്ത് വെച്ചത് നന്നായി. പിന്നെ അങ്ങ് പെട്ടെന്ന് മഴ പെയ്തു തുടങ്ങി. മഴ പെയ്തപ്പോൾ പിന്നെ ഒന്നും നടക്കുന്നില്ല. എന്താ പറയുക, എവിടെ കയറി നിൽക്കാനും സ്ഥലമില്ല. ഞങ്ങളെല്ലാവരും മഴ നനഞ്ഞ് പിണ്ടിയായി. പിന്നെ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല. ഈ കാണുന്ന വെള്ളത്തിൽ ഞങ്ങൾ ചാടി കുളിച്ചു. അങ്ങനെ നല്ലൊരു നൈസ് ട്രക്കിംഗ് അഡ്വഞ്ചർ കഴിഞ്ഞു.